ലോകകപ്പ് നിങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറം ജില്ലയിൽ ഉയർത്തപ്പെട്ട അത്ര ഫ്ലക്സ് യൂറോപ്പിൽ പോലും ഉയർത്തിയിട്ടില്ല. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവർ. ഇന്ന് രണ്ട് കാര്യങ്ങളാണ് പങ്കുവെക്കാനുള്ളത്. ഒന്നാമത്തെ ഒരു കാര്യം, ഇന്നലെ ഒരുപാട് ചാനലൊരു വാർത്ത ഉണ്ടായിരുന്നു. സമദ് പൂക്കോട്ടൂർ എന്ന EK വിഭാഗം സമസ്തയുടെ SYSന്റെ സംസ്ഥാന നേതാവിൻ്റെ ഒരു പ്രസംഗം. ആ പ്രസംഗത്തിൽ സമദ് പൂക്കോട്ടൂർ പറയുന്ന ഒരു കാര്യം, ഈ ഫ്ലക്സ് വെക്കുന്നതിൽ മുസ്ലിം ജനവിഭാഗം കാണിക്കുന്ന തോന്നിവാസങ്ങളെ തുറന്നു കാണിക്കുന്ന ഒരു പ്രഭാഷണമായിരുന്നു അത്. ഈ പ്രഭാഷണത്തിനെതിരെ ഒരുപാട് പേര് സമദ് പൂക്കോട്ടൂരിനെ വ്യക്തിയധിക്ഷേപം നടത്തുക, ചീത്ത വിളിക്കുക, തെറി വിളിക്കുക, സമസ്തനെ കുറ്റം പറയുക. പള്ളിയിൽക്കോ മദ്രസയ്ക്കോ 10-15 രൂപ തരാൻ ചോദിച്ചാൽ കൂട്ടിത്തരാൻ പറ്റാത്ത ആളുകൾ 10,000 ഉപയോഗിച്ച് ഫ്ലക്സ് ഉണ്ടാക്കുന്നു. മുസ്ലിങ്ങളിൽ മാത്രമാണ് ഈ ഫ്ലക്സ് സംസ്കാരം കൂടുതൽ. മറ്റ് തെക്കൻ ജില്ലകളിലേക്ക് പോയാൽ അവിടെയൊന്നും ഇങ്ങനെയില്ല. അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കുന്നു. എന്തിനാണ് ഇങ്ങനെ അധികം ഇത്രയും പണം ദൂർത്തടിക്കുന്നത് എന്നുള്ളതാണ് സമദ് പൂക്കോട്ടൂർ ചോദിച്ചത്. നിങ്ങൾ ആ പ്രഭാഷണം ഒന്ന് കേൾക്കൂ. ലോകകപ്പ് നിങ്ങൾ ധാരാളമായി കാണുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ മലപ്പുറം ജില്ലയിൽ ഉയർത്തപ്പെട്ട അത്ര ഫ്ലക്സ് യൂറോപ്പിൽ പോലും ഉയർത്തിയിട്ടില്ല. യൂറോപ്പിലില്ല. നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. യൂറോപ്പിന്റെ ചരിത്രം പഠിച്ചു നോക്കി. കളിക്കാരുടെ നാട്ടിലില്ലല്ലോ, അവരെ നാട്ടിലില്ല. നേരെ മറിച്ച് നമ്മുടെ കുട്ടികൾ കളി കാണാം, ആസ്വദിക്കാം. നമ്മൾ അതിനൊന്നും എതിരല്ല. ഒരു നല്ല കല എന്ന രീതിയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നവരൊന്നും നമ്മൾ അതിന്റെ മസലയോ അല്ലെങ്കിൽ അതിന്റെ കാലിക വിഷയങ്ങളോ ഒന്നും ഞാൻ ചർച്ച ചെയ്യുന്നില്ല. കാണാൻ പോകണ്ട എന്നൊന്നും പറയുന്നില്ല. അന്നും പറഞ്ഞാൽ നടക്കൂല. നേരെ മറിച്ച് നിങ്ങൾ ഓർക്കണം, സ്വന്തം കയ്യിൽ നിന്ന് പണം പള്ളിയിലേക്ക് ഒരു 10 രൂപ ചോദിച്ചാൽ, മദ്രസയിൽ ഒരു വരിസംഖ്യ അല്പം വർദ്ധിപ്പിച്ചാൽ ഒരു ഒറ്റെണ്ണം കൊടുക്കൂല. ഇന്ത്യ അതിൽ കളിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ ഒരു ഫ്ലക്സ് വെച്ചാൽ നമുക്ക് അംഗീകരിക്കാം. ഇന്ത്യ അതിന്റെ 4 അയൽപക്കത്ത് പോലും എത്തിയിട്ടില്ല. പിന്നെ ഈ പോർച്ചുഗലിൽ അതുപോലെ തന്നെ ഓരോരുത്തരും ഫാൻസാണ്. അതിന് തമ്മിൽ തല്ലുക. അതിന്റെ പേരിൽ അടി എത്ര നടക്കുന്നുണ്ട്, അടി. ഈ താരാരാധന ഞാൻ മനസ്സിലാക്കുന്നത്, കേരളത്തിൽ തന്നെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് സഞ്ചരിച്ചു നോക്കൂ, കോട്ടയത്ത് പോയി നോക്കൂ. ക്രൈസ്തവ സമൂഹമാണ് അവിടെ കൂടുതൽ. ഈ കളിക്കുന്നതിനേക്കാൾ ഭൂരിപക്ഷം അവരുടെ സമുദായത്തിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് അങ്ങനെ ഒരു ആരാധന ഇല്ല. അവരതിന് കിട്ടൂല. അവർക്ക് പഠിക്കണം, ജോലി നേടണം, അവർ ചിന്തയില്ല. തിരുവനന്തപുരത്ത് പോയി നോക്കൂ, ഈ ഫ്ലക്സ് ഇതുപോലെ ഇല്ലല്ലോ. അവിടെ എവിടെയൊക്കെ ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. നമ്മളാൾക്കാർ അവിടെ ഉണ്ടാവുമല്ലോ. നമ്മളാൾക്കാരുണ്ടോ അവിടെ ഈ സംഗതി ഉണ്ടാവും. ഒരുപാട് പേരാണ് സമദ് പൂക്കോട്ടൂരിൻ്റെ പേരിൽ തെറി വിളിക്കുന്നത്. അവർ പറയുന്ന കാര്യം, സമസ്തക്കാർ ഫ്ലക്സ് വെക്കലില്ലേ, സമദ് പൂക്കോട്ടൂരിൻ്റെ പ്രഭാഷണത്തിന് ഫ്ലക്സ് വെക്കലില്ലേ. ഇവിടെ ഫ്ലക്സ് വെക്കണോ വെക്കണ്ടേ എന്നുള്ളതല്ല, ഇതൊരു താരാരാധന വല്ലാത്തൊരു പ്രശ്നം തന്നെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ പോയി, ഒരിടത്ത് പോലും ഒരു ഫ്ലക്സും ഇല്ല. അതിന് മുൻപ് ഞാൻ തമിഴ്നാട്ടിൽ പോയി, അവിടെയും ഇതുപോലെ എന്ത് കാണാനില്ല, ഈ കളിയുടെ പേരിൽ ഫ്ലക്സ് ഇല്ല. ഇത് ഒരു വലിയൊരു ആവേശമായിട്ട് മാറുക. വീടിൻ്റെ ആധാരം വരെ പണയം വെച്ച്, വീടടക്കം പെയിന്റ് അടിച്ചവരുണ്ട്. വീടിൻ്റെ ആധാരം പണയം വെച്ച് ഫ്ലക്സ് വെക്കുന്നുണ്ട്. വലിയ കൂറ്റൻ കട്ടൗട്ടുകൾ. ഇതിനെതിരെ പ്രസംഗിച്ച 2 പ്രഭാഷകരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒന്ന് റഹ്മത്തുള്ള കാസിം മുത്തേടം ഉസ്താദ്, മറ്റൊന്ന് ഇപ്പോൾ സമദ് പൂക്കോട്ടൂർ. ഞാൻ ഇപ്പോൾ സമദ് പൂക്കോട്ടൂർ തുപ്പിയിട്ട ആളായിപ്പോയി. അദ്ദേഹം ഒരു മതപണ്ഡിത, എന്താ പറയുക, ഒരു മതസംഘടനയുടെ ആളായിപ്പോയി. അതുകൊണ്ടാണ് എതിർക്കുന്നത്. ഒന്ന് കണ്ണടച്ചിരുന്ന് ആലോചിച്ച് നോക്ക്. സമദ് പൂക്കോട്ടൂർ ഉസ്താദ് പറഞ്ഞ കാര്യം പോയിന്റ് അല്ലേ. ഞാൻ അദ്ദേഹത്തിന് പിന്തുണക്കുന്നു. അദ്ദേഹത്തിനെ തെറി വിളിക്കേണ്ട ആവശ്യം എന്താണ്? എന്തായാലും അദ്ദേഹം പറഞ്ഞത് പൂർണ്ണമായിട്ട് ന്യായമാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. എൻ്റെ ഇന്നത്തെ ചോദ്യം അതാണ്. സമദ് പൂക്കോട്ടൂരിൻ്റെ ഈ പ്രഭാഷണം, ഇതിൽ പറഞ്ഞൊരു കാര്യം തെറ്റാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് തോന്നിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അദ്ദേഹം ഇതൊരു മതപരമായിട്ടല്ല പറഞ്ഞത്. നമ്മുടെ ഹൈക്കോടതി പോലും പൊതുനിരത്തുകൾ ഫ്ലക്സ് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് ഏതെങ്കിലും മതത്തിൻ്റെ താല്പര്യം കൊണ്ടാണോ? കാരണം അതൊരു നാടിന് അതുകൊണ്ടൊരു ഗുണമില്ല എന്ന് കരുതിയിട്ടാണ്. അത് നമ്മുടെ പ്രകൃതിക്ക് ദോഷമാണ്. അപ്പം അതുകൊണ്ട് സമദ് പൂക്കോട്ടൂരെ ഞാൻ ഹൃദയം തുറന്ന് ഞാൻ അഭിനന്ദിക്കുന്നു, പിന്തുണക്കുന്നു. എന്താണ് ഈ വിഷയത്തിൽ നിങ്ങളുടെ നിലപാടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ രണ്ടാമത്തെ കാര്യം പറയുന്നത്, നമ്മൾ കർബല ചരിത്രം നമ്മൾ കുറച്ച് പറഞ്ഞു വെച്ചിരുന്നു. ഇന്നതിൻ്റെ ബാക്കി ഭാഗം കൂടി പറയാണ്. ഈ ചരിത്രം നിങ്ങൾ മുഴുവനായിട്ട് കേട്ടിട്ട് നിങ്ങൾ കേൾക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, കേൾക്കാത്ത ചരിത്രമാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ അവരൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ പിന്തുണ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചരിത്രം ഇങ്ങനെ മുന്നോട്ട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു മദീനയിൽ താമസിച്ചിരുന്ന ഒരാളാണ്. അന്നത്തെ ഭരണകൂടവുമായിട്ട് വിയോജിപ്പുള്ള ഒരാളാണ്. അദ്ദേഹം മക്കയിലേക്ക് താമസം മാറി. അങ്ങനെ മക്കയിലേക്ക് പോയിട്ട് തനിക്ക് ലക്ഷക്കണക്കിന് കത്തുകൾ കൂഫയിൽ നിന്ന് വന്നപ്പോൾ ആ കത്തുകളുടെ സത്യാവസ്ഥ അറിയാൻ തൻ്റെ പിതാവിൻ്റെ, അതായത് അലി റളിയല്ലാഹുവിൻ്റെ സഹോദരൻ ഉഖൈലിൻ്റെ മകൻ മുസ്ലിമിനെ കൂഫയിലേക്ക് അയച്ചു. ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. അങ്ങനെ മുസ്ലിം എന്ന പേരുള്ള ആ നല്ലൊരു മനുഷ്യൻ കൂഫയിൽ പോയി. അപ്പോൾ കൂഫക്കാരാണെങ്കിൽ ഉമവി ഭരണത്തിനോട് ഭയങ്കര വിരോധമുള്ള ആളുകളാണ്. അവർക്ക് അവരുടേതായ ഒരാൾ ഒരു ഭരണാധികാരിയായിട്ട് വരണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടാണ് അവരെന്ത് ചെയ്തിരുന്നത്, ഹുസൈൻ റളിയല്ലാഹുവിനെ കത്തയച്ചിരുന്നത്. അവർ നാടെങ്കും അവർ പ്രചരിപ്പിച്ചിരിക്കുകയാണ്, ഞങ്ങളുടെ ഇത് സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ കത്ത് കിട്ടിയിട്ട് ആര് വരും, ഈ ഒരു ഹുസൈൻ റളിയല്ലാഹു വരും എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കാൻ. ആ പ്രതീക്ഷ നിൽക്കുന്നിടത്തേക്കാണ് മുസ്ലിം എന്നു പേരുള്ള റളിയല്ലാഹു അൻഹു, ആ മഹാമനുഷ്യൻ വരുന്നത്. അദ്ദേഹം അവിടെയുള്ള ആളുകളൊക്കെ സംസാരിച്ചപ്പോൾ എല്ലാവരും ഹുസൈനെ പിന്തുണക്കുന്ന ആളുകളാണ്. മുസ്ലിമിന് വളരെ വലിയ സന്തോഷമായി. എത്രത്തോളം എന്ന് ചോദിച്ചാൽ
ഒരു 17,000-ഓളം ആളുകൾ, ഗോത്ര തലവന്മാർ, അപ്പോൾ ലക്ഷക്കണക്കിന് ആളുകളുടെ പിന്തുണ, ഓരോ ഗോത്ര തലവന്മാരും വന്നിട്ട് മുസ്ലിമിന് വന്നിട്ട് കൈകൊടുക്കാൻ, ബൈഅത്ത് ചെയ്യാൻ, ഞങ്ങളൊക്കെ ഹുസൈനെ പിന്തുണക്കുന്നവരാണ്, അദ്ദേഹം ഇങ്ങോട്ട് വരട്ടെ, അദ്ദേഹം ഞങ്ങളുടെ ഭരണാധികാരിയാവട്ടെ. ഈ സന്തോഷം കണ്ടപ്പോൾ മുസ്ലിമിന് വളരെ വലിയൊരു ആവേശമായി. അദ്ദേഹം തിരികെ ഒരു കത്തെഴുതാണ്. എന്താണ് ആ കത്തിലുണ്ടായിരുന്നത്? പ്രിയപ്പെട്ട ഹുസൈൻ, നിങ്ങളിവിടെ കൂഫക്കാർ കാത്തിരിക്കാൻ, നിങ്ങളുടെ പിതാവിൻ്റെ ആളുകൾ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കുടുംബസമേതം ഇങ്ങോട്ട് വരൂ. അതായിരുന്നു മുസ്ലിം എഴുതിയ, ഹുസൈൻ റളിയല്ലാഹു എഴുതിയ കത്തിൻ്റെ ഉള്ളടക്കം. സത്യത്തിൽ മുസ്ലിം ആ ഒരു കൂഫയിൽ വന്നിട്ട് കൂഫയിലെ ആളുകളെ മുഴുവൻ സംഘടിപ്പിക്കുന്നത് അന്നത്തെ അമവി ഭരണാധികാരിയായിരുന്ന യസീദ് അറിഞ്ഞിരുന്നു. യസീദിന് കാര്യങ്ങൾ മനസ്സിലായി, കൂഫയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ കൂഫയുടെ ഭരണം ഒരു പുതിയ ഗവർണറായ 28 വയസ്സുള്ള സിയാദ് എന്ന്, അബ്ദുല്ലാഹിബിനു സിയാദ്, അതാണ് മുഴുവൻ പേര്, ആ സിയാദിനെ ഏൽപ്പിച്ചു. സിയാദ് ആണെങ്കിൽ ഒരു തന്ത്രശാലിയാണ്, കാര്യങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് കൃത്യമായിട്ട് അറിയുന്ന, കുതന്ത്രങ്ങൾ അറിയുന്ന ഒരാളാണ്. അങ്ങനെ ഈ ഒരു സിയാദ് എന്ന പേര് മാറരുത്, ഭരണാധികാരിയുടെ പേര് യസീദ് എന്നാണ്. ഈ ഒരു കൂഫയിലേക്ക് വേണ്ടി അയച്ച ഒരു ഗവർണറുടെ പേരാണ് സിയാദ്. അങ്ങനെ സിയാദ് എന്ന ഈ ക്രൂരനായ മനുഷ്യൻ ഒരു 17ഓളം വരുന്ന ആളുകളുമായിട്ടാണ് കൂഫയിലേക്ക് അധികാരമേൽക്കാൻ വേണ്ടി വരുന്നത്. കൂഫക്കാരാണെങ്കിൽ മുസ്ലിം എന്ന് പേരുള്ള ആ മനുഷ്യൻ നാട്ടിലുണ്ട്, ലക്ഷക്കണക്കിന് ആളുകൾ പിന്തുണയുണ്ട്. ഇനി അവിടേക്ക് ആര് വന്നാൽ മാത്രം മതി? ഹുസൈൻ റളിയല്ലാഹു വന്നാൽ മാത്രം മതി. അങ്ങനെ അവർ മുഴുവൻ ഹുസൈൻ റളിയല്ലാഹുവിനെ കാത്തിരിക്കുകയാണ്. അവിടേക്കാണ് ഒരു സുബ്ഹിയോടടുത്ത സമയത്ത് ആര് വരുന്നത്? സിയാദും 17ഓളം വരുന്ന ആളുകളും വരുന്നത്. അപ്പോൾ സിയാദ് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു, തൻ്റെ തലപ്പാവ് കൊണ്ട്, തലപ്പാവിൻ്റെ ഒരു ചെയ്യ കൊണ്ട് മുഖമൊക്കെ മറച്ച് കണ്ണു മാത്രം പുറത്തേക്ക് കാണുന്ന രീതിയിലാണ്, അറബികളുടെ ഒരു രീതിയാണ്. ആ രീതിയിലാണ് സിയാദും വന്നത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പള്ളിയിൽ വന്നപ്പോൾ അന്നത്തെ കൂഫക്കാർ കരുതി ഇതാരാണ്, ഇത് ഹുസൈൻ റളിയല്ലാഹു ആണെന്ന് വിചാരിച്ചിട്ട് അവർ മുഴുവനും വളരെ വലിയ പാട്ടുകൾ പാടി വലിയ ആഹ്ലാദത്തോടെ ഇതൊരു വലിയ സ്വീകരണം കൊടുത്തു. അപ്പോൾ സിയാദിന് കാര്യങ്ങൾ മനസ്സിലായി, ഈ ജനങ്ങൾ മുഴുവനും കാത്തിരിക്കുന്നത് ആരെയാണ്? ഹുസൈനെയാണ്. വളരെ വലിയൊരു ഗൂഢാലോചനത്തിൻ്റെ പിന്നിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ആളുകൾ മുഴുവനും ഇത് ഹുസൈൻ റളിയല്ലാഹു ആണെന്ന് പറഞ്ഞ് ഗംഭീര സ്വീകരണവും ഉമ്മവക്കലൊക്കെ ഉണ്ട്. അപ്പോൾ ആ 17 പേരിൽ ഒരാളാണ് പറഞ്ഞത്, ഇത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഹുസൈനൊന്നുമല്ല, ഇതാരാണ്? പുതിയ ഗവർണറാണ്. അതോടുകൂടി ആളുകൾ ഭയന്ന് പിന്മാറി. അതോടുകൂടിയിട്ട് പുതിയ അധികാരമേറ്റ ഈ സിയാദ് ഒരു കാര്യം തീരുമാനിച്ചു, ഇവരുടെ പിന്നിൽ ഒരു ലീഡറുണ്ട്. ആരാണ് ആ ലീഡർ? ആ ലീഡറെ കണ്ടുപിടിക്കണം. അയാൾ എവിടെയാണ്? ഈ ആളുകളെ മുഴുവനും കോർഡിനേറ്റ് ചെയ്ത ആൾ ആരാണ്? അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് ആരാണ് ഹുസൈന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്നത് എന്ന് കണ്ടെത്താൻ വേണ്ടി മൂപ്പർ ഒരു തന്ത്രം പ്രയോഗിച്ചു. ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ അടങ്ങുന്ന ഒരു ചാക്ക് ഒരാളെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ സിറിയയിൽ നിന്ന് വരുന്ന അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ആശയക്കാരനാണ് എന്ന് പറഞ്ഞിട്ട് ഈ നാട്ടിൽ വരിക. ഈ നാട്ടിൽ വന്നിട്ട് ആരാണ് അലി റളിയല്ലാഹുവിൻ്റെ ഭാഗത്തിന് വേണ്ടിയിട്ട് ഹുസൈൻ റളിയല്ലാഹുവിനെ ശ്രദ്ധിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി സിറിയയിൽ നിന്ന് ഒരു വലിയ പണക്കാരൻ എന്നെ ഏൽപ്പിച്ച സ്വത്തുക്കളാണ്, സ്വർണ്ണ നാണയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഓരോ വീടാന്തരം കയറി ഇറങ്ങിയിട്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളെ നീ ഒന്ന് കണ്ടെത്തി തരണം. ഇതായിരുന്നു കരാർ. അങ്ങനെ ആ മനുഷ്യൻ ആ കൊട്ടേഷൻ ഏറ്റെടുത്തു. ഒരു ചാക്ക് നിറയെ സ്വർണ്ണ നാണയമായിട്ട് ഓരോ വീട്ടിലും പോകും. വീട്ടിൽ പോയിട്ട് പറയും, ഇതെൻ്റെ ഒരു അമാനത സ്വത്താണ്, ഇത് ആരാണോ ഹുസൈന് വേണ്ടി പ്രവർത്തിക്കുന്നത് അവരുടെ കയ്യിൽ കൊടുക്കാനാണ്. അങ്ങനെ ഓരോ വീട് അങ്ങനെ പറയുന്നതിനും ആ വീട്ടുകാരൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിലും അവിടെയൊന്നും ഇതിൻ്റെ നേതാവില്ലെന്ന് മനസ്സിലായി. ഒടുവിൽ ആ നാട്ടിലെ ഒരു വലിയ നാട്ടുപ്രമാണിയാണ് ഹാനി എന്നു പേരുള്ള ഒരാളുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് സിൽബന്ധികളുണ്ട്. ആ നാട്ടുപ്രമാണി പ്രത്യക്ഷത്തിൽ ഉമവി ഭരണകൂടത്തിനെ പിന്തുണക്കുന്ന ആളാണെങ്കിലും രഹസ്യമായിട്ട് അലി റളിയല്ലാഹുവിനെ സ്നേഹിക്കുകയും ഹുസൈൻ റളിയല്ലാഹുവിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണെന്ന് മുസ്ലിം ബിൻ ഉഖൈൽ എന്ന പേരിൽ ഒളിവിൽ താമസിക്കുന്നത്. അദ്ദേഹം ആ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ഹാനിക്ക് പറഞ്ഞു, ഈ വീട്ടിലാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരാൾ മുസ്ലിം ഉള്ളത്, അതുകൊണ്ട് ആ പണക്കിഴി എനിക്ക് തന്നേക്കുമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുത്തു. പിറ്റേ ദിവസം സിയാദ് എന്ത് ചെയ്യാണ്? ഹാനിയെ വിളിപ്പിക്കുകയാണ്. ഹാനിന് സംശയമൊന്നും തോന്നിയില്ല, കാരണം ഹാനി അവിടുത്തെ ഭരണകൂടവുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. ഹാനിനോട് ചോദിച്ചു, നിൻ്റെ വീട്ടിൽ ഒളിപ്പിച്ചിട്ടുള്ള ആ ആളെ ഒന്ന് എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു. ഹാനി പറഞ്ഞു, ആരൊളിപ്പിച്ചു, എന്തൊളിപ്പിച്ചു? ഇങ്ങനെ നുണ പറഞ്ഞപ്പോൾ അവസാനം ആ വീട്ടിലേക്ക് വന്ന സ്വർണ്ണക്കിഴിയായിട്ട് വന്ന ഒരാളെ കണ്ട് പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഉദ്യോഗസ്ഥനാണ്, നിൻ്റെ വീട്ടിലേക്ക് വേഷം മാറി വന്നാൽ തരികിടകളൊന്നും വേണ്ട. അവിടെ നിന്ന് അങ്ങോട്ട് ആക്രമണം തുടങ്ങി. ഹാനിനെ അടിച്ചു പരുവാക്കിയിട്ട് കൊലപ്പെടുത്തുന്ന ഒരവസ്ഥയിൽ പറഞ്ഞു, ജീവൻ വേണോ? നീ എന്ത് ചെയ്യണം? മുസ്ലിം എവിടെയാണുള്ളത് അയാളെ കണ്ടെത്തി തരണം. ഇതോടുകൂടി മുസ്ലിമിന് കാര്യങ്ങൾ മനസ്സിലായി, ഇത് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്, ഇനി ഒരു പോരാട്ടം മാത്രമേ മുൻപിലുള്ളൂ, അല്ലെങ്കിൽ തന്നെ അവർ കൊന്നുകളയുന്നുള്ളത് മുസ്ലിമിന് മനസ്സിലായി. മുസ്ലിമിൻ്റെ കൂടെ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചു. മുസ്ലിം കൂടെയുള്ള കൂഫക്കാരെ വിളിച്ചപ്പോൾ 12,000-ഓളം കൂഫക്കാർ മാത്രമേ ആരുടെ കൂടെ വന്നുള്ളൂ? മുസ്ലിമിൻ്റെ കൂടെ പോരാടാൻ വേണ്ടി വന്നുള്ളൂ. ഓരോ ഗോത്രത്തിൽ നിന്നും വന്ന ആളുകളുടെ എണ്ണം 12,000. അങ്ങനെ അവർ മുഴുവനും ഹാനിനെ മോചിപ്പിക്കാൻ വേണ്ടി എവിടേക്ക് പോവാണ്? ആ കൊട്ടാരത്തിലേക്ക്, സിയാദ്
സിയാദിൻ്റെ കൊട്ടാരത്തിലേക്ക് പോവാൻ. അങ്ങനെ കൊട്ടാരത്തിലേക്ക് രാവിലെ എത്തി. ആളുകൾ മുഴുവനും വലിയ സൈന്യമുണ്ട്. സിയാദ് വളരെ തന്ത്രശാലിയാണ്. നേരിട്ടുള്ളൊരു ഏറ്റുമുട്ടലിനേക്കാൾ ബുദ്ധിപരമായ നീക്കത്തിനാണ് സിയാദ് മുൻതൂക്കം കൊടുത്തത്. ആ വന്ന കൂട്ടത്തിലുള്ള ഓരോരുത്തരുടെ കുടുംബങ്ങളെ വിളിച്ചിട്ട് ആ മക്കളെ മുഴുവനും ഇമോഷണലി പിന്നിലേക്ക് വിളിച്ചു. അതായത് വാപ്പ പറയാണ് മക്കളുടെ മക്കളെ വേണ്ട എന്നൊക്കെ പറഞ്ഞു. കുറേ പേർക്ക് പണം കൊടുത്ത് സ്വാധീനിച്ചു. അങ്ങനെ സുബഹിക്ക് വന്ന ഈ സംഘത്തിൽ അസർ ആകുമ്പോൾ ഉണ്ടായിരുന്ന ആളുകളുടെ എണ്ണം വെറും 70 പേര് മാത്രമായിട്ട് ചുരുങ്ങി. ബാക്കിയുള്ളവരൊക്കെ പിരിഞ്ഞുപോയി. അങ്ങനെ അസർക്ക് 70 ആണെങ്കിൽ അത് മഗ്രിബാകുന്ന സമയത്ത് വെറും 10 പേരായിട്ട് ചുരുങ്ങി. മഗ്രിബ് ഇശറോടത്തെ സമയത്ത് മുഴുവൻ പേരും പിന്തിരിഞ്ഞു പോയി. ചതിയന്മാരായ കൂഫക്കാർ ഓരോരുത്തരായിട്ട് കൈയൊഴിഞ്ഞു. അവസാനം ആര് മാത്രമായിട്ട് മാറി? മുസ്ലിം എന്നുള്ള പേരുള്ള ആൾ മാത്രമായിട്ട് മാറി. അപ്പം അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയി. അദ്ദേഹം അവിടെ നിന്ന് മനസ്സിലായി താൻ ഇവിടെ നിന്നിട്ടത് കൊണ്ട് പ്രയോജനമില്ല. അദ്ദേഹം അവിടെ നിന്ന് ഓടിപ്പോയിട്ട് എവിടെ പോയി താമസിക്കാനാണ്? അതോടുകൂടിയിട്ട് സിയാദിൻ്റെ സൈന്യം ഇയാളെ തിരയാൻ തുടങ്ങി. ഈ ഒരു മുസ്ലിം എന്ന പേരുള്ള ആ പാവ മനുഷ്യൻ ഓടിച്ചെന്നത് ഒരു പാവപ്പെട്ട വൃദ്ധയുടെ വീട്ടിലേക്കാണ്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ആകെ ഭക്ഷണം കഴിക്കാത്ത വളരെ വലിയ വിഷമത്തിലും എന്താ പറയുക വിശപ്പിലൊക്കെ ആയിരുന്നു. ആ സ്ത്രീയോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലും തിന്നാൻ തരണം എന്ന് പറഞ്ഞു. ആ സ്ത്രീ വേഗം ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അദ്ദേഹം പോവാത്ത കണ്ടപ്പോൾ സ്ത്രീ വെച്ചു നിങ്ങളൊരു യാചകനല്ലേ, നിങ്ങളെന്താ ഭക്ഷണം കഴിച്ച് പോകാത്ത പറഞ്ഞപ്പോൾ ഞാൻ യാചകനല്ല, ഞാൻ ഉസൈറളിയല്ലാഹുവിന് വേണ്ടിയിട്ട് ഇവിടെ ആളുകളെ സംഘടിപ്പിക്കാൻ വന്ന മുസ്ലിം എന്ന പേരൊരു മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തിന് വലിയ ആദരവ് ആ സ്ത്രീക്ക്. അവർ രക്ഷിക്കേണ്ട തൻ്റെ കടമയാണ് എന്ന് ആർക്ക് മനസ്സിലായി? ആ സ്ത്രീക്ക് മനസ്സിലായി. ആ സ്ത്രീ പറയും നിങ്ങൾ ഇവിടെ താമസിച്ചുള്ളൂ, ഒരാളും നിങ്ങളെ പിടിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസമാണ് ആ സ്ത്രീയുടെ മകൻ പുറത്തുപോയ മകൻ വരുന്നത്. ആ മകൻ വന്നപ്പോൾ വീട്ടിൽ പുതിയൊരാളെ കണ്ടപ്പോൾ മകൻ ചോദിച്ചു ആരാണ് ഉമ്മായി പുതിയൊരാൾ? കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആ മകൻ്റെ മനസ്സിൽ വേറൊരു ചിന്തയാണ് വന്നത്. കാരണം ഹുസൈനെ പിടിച്ചു കൊടുത്താൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ കിട്ടുമെന്നുള്ള പരസ്യമുണ്ട്. അദ്ദേഹം നേരെ സിയാദിൻ്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് പറഞ്ഞു എൻ്റെ വീട്ടിൽ മുസ്ലിം ഒളിച്ചിരിക്കുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ അയാളെ പിടികൂടാം, എനിക്ക് ഇതിനുള്ള കാശ് എനിക്ക് തരണം എന്ന് പറഞ്ഞു. സിയാദ് പറഞ്ഞതിനേക്കാൾ വലിയ പ്രതിഫലം കൊടുത്തിട്ട് എന്ത് ചെയ്തു? മുസ്ലിമിനെ ആ വീട്ടിൽ നിന്ന് പിടികൂടാൻ ശ്രമിച്ചു. അങ്ങനെ വീട് വളഞ്ഞു, സൈന്യം വളഞ്ഞു. പക്ഷേ മുസ്ലിമിനെ പിടികൂടാൻ കഴിയുന്നില്ല. ഒടുവിലെ സൈന്യം പറഞ്ഞു ഞങ്ങൾ വീട് കത്തിക്കും. അപ്പോൾ തനിക്ക് അഭയം നൽകിയ സ്ത്രീയുടെ വീട് കത്തിക്കപ്പെടരുത് എന്ന് കരുതിയിട്ട് ഒടുവിൽ ആര് പിടികൊടുത്തു? മുസ്ലിം പിടികൊടുക്കുമ്പോൾ അദ്ദേഹത്തിനെ പിടികൂടാൻ വന്ന സൈന്യത്തലവൻ അബ്ദുറഹ്മാൻ എന്ന് പേരൊരു മനുഷ്യൻ, നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹം, ഒരു സഹൃദയനാണ്. അദ്ദേഹത്തിന് ഒരു അപേക്ഷ കൊടുത്തു മുസ്ലിം എനിക്കൊരു അപേക്ഷയാണ്, എനിക്കൊരു കത്ത് എഴുതാനുള്ള അവകാശം തരണം, എൻ്റെ പ്രിയപ്പെട്ട ഹുസൈന് വേണ്ടി എഴുതാനുള്ള കത്താണ്, നിങ്ങളിങ്ങോട്ട് വരരുത്, നിങ്ങളിങ്ങോട്ട് വരാൻ പാടില്ല, കൂഫക്കാർ ചതിയന്മാരാണ് എന്നായിരുന്നു ഈ കത്തിലെ ഉള്ളടക്കം. പക്ഷേ ആ കത്തെഴുതാനുള്ള അനുമതി ആര് കൊടുത്തില്ല? അവർ കൊടുത്തില്ല. ആ കത്തെങ്ങാനും എഴുതിയിരുന്നെങ്കിൽ, ആ കത്തെങ്ങാനും അയച്ചിരുന്നെങ്കിൽ കർബല ദുരന്തം തന്നെ സംഭവിക്കില്ലായിരുന്നു. അങ്ങനെ മുസ്ലിമിനെ പിടികൂടി കൊട്ടാരത്തിൽ കൊണ്ടുപോയി. കൊട്ടാരത്തിൻ്റെ വളരെ വലിയൊരു കോട്ടയുണ്ട്. ആ കോട്ടയുടെ മുകളിൽ കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ച് അവസാനം അവിടെ നിന്ന് മുകളിൽ താഴേക്കെറിഞ്ഞു. മരണസമയത്ത് പോലും ആ മനുഷ്യൻ പ്രാർത്ഥിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാം. ഈ കൂഫക്കാർക്കും ഹുസൈനും ഇടയിൽ പടച്ചവന് നീ നീതി കൽപ്പിക്കണേ എന്നായിരുന്നു പ്രാർത്ഥന. അങ്ങനെ അദ്ദേഹത്തിനെ കൊന്നു. പിന്നെ ഹാനി എന്ന് പേരുള്ള ആളുണ്ടല്ലോ, അയാളെ കൊന്നുകളഞ്ഞു. ആരൊക്കെ ഹുസൈനെ പിന്തുണക്കുന്നുണ്ടോ അവരെ മുഴുവനും അതിക്രൂരമായിട്ട് സിയാദ് കൊന്നുകളഞ്ഞു. വെറും 28 വയസ്സേ ഈ സിയാദിനുള്ളൂ. പക്ഷേ ഇതൊന്നും അറിയാതെ, ഇവിടെയുള്ള പുകിലുകൾ അറിയാതെ, ജനങ്ങൾ മുഴുവനും എന്നെ സ്നേഹിക്കുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട് എന്ന് കരുതിയിട്ട് പാവം ഹുസൈൻ റളിയല്ലാഹു അൻഹു മക്കയിൽ നിന്ന് 100 കണക്കിന് തൻ്റെ കുടുംബക്കാരുമായിട്ട് എവിടേക്ക് പോവുകയാണ്? കൂഫയിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ കഥ നമുക്ക് നാളെ പറയാം. ഈ ഒരു ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യണേ. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.